അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4 ശനിയാഴ്ച. മലപ്പുറം താനൂർ കസ്റ്റഡി മരണത്തിൽ 4 പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് CBI. ഒന്നാം പ്രതി സീനിയർ CPO ജിനേഷ്, രണ്ടാം പ്രതി CPO ആൽബിൻ അഗസ്റ്റിൻ, മൂന്നാം പ്രതി CPO അഭിമന്യു, നാലാം പ്രതി CPO വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വേണമെന്ന് CBI ആവശ്യപ്പെടും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ പുതിയ സർക്കുലർ പുറത്തിറക്കി ഗതാഗത വകുപ്പ്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത്. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്ന് 40 പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിലുണ്ട്. വൈദ്യുതി നിയന്ത്രണത്തിന് പിന്നാലെ നിലവിലുള്ള 9 പൈസ സർചാർജിന് പുറമെ ഈ മാസം 10 പൈസ അധികം മെയിലെ ബില്ലിൽ സർചാർജായി ഈടാക്കും. അതേസമയം മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഫലം കണ്ടു തുടങ്ങിയതായി വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമാണ് വൈദ്യുതി നിയന്ത്രണം. വൻകിട വ്യവസായികളിൽ ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നത്. വൈദ്യുതി നിയന്ത്രണം ഗാർഹിക ഉപയോക്താക്കളെ ബാധിക്കില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ. യുവതിയെ കസ്റ്റഡിയിലെടുത്തായിരിക്കും കൂടുതൽ വിവരങ്ങൾ തേടുക. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടരന്വേഷണം. ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുള്ളൂവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇന്നലെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു. പകരം ഓറഞ്ച് അലർട്ട് പുറത്തിറക്കി. കള്ളക്കടൽ പ്രതിഭാസത്തിന് വരും ദിവസങ്ങളിലും സാധ്യതയുണ്ടെന്നും അതിജാഗ്രത തുടരണമെന്നുമാണ് നിർദ്ദേശം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവിനുമെതിരെ നിയമ നടപടിയുമായി KSRTC ഡ്രൈവർ യദു. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള യദുവിന്റെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് ഈ മാസം 6-ന് പരിഗണിക്കും. താൻ ബസ്സിൽ കയറി യാത്രക്കാരോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് സച്ചിൻ ദേവ് MLA. KSRTC ഡ്രൈവർ യദുവുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ താനും ആര്യയും ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സച്ചിൻ ദേവ് പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയ ദല്ലാൽ TG നന്ദകുമാറിനെ പുന്നപ്ര പോലീസ് ചോദ്യം ചെയ്യും. ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് നടപടി. ഈ മാസം 9-ന് ഹാജരാകാൻ നന്ദകുമാറിന് നോട്ടീസ് നൽകി. വ്യക്തിഹത്യ, സ്ത്രീത്വത്തെ അവഹേളിക്കൽ എന്നിവയ്ക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത്. EP ജയരാജനെതിരെ നടപടിയെടുത്താൽ CPM തകർന്നടിയുമെന്ന് K. സുധാകരൻ. പിണറായി വിജയന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നയാളാണ് EP. അതുകൊണ്ട് പാർട്ടി ഒരിക്കലും EPക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്ന് K. സുധാകരൻ പറഞ്ഞു. കാഫിർ വിഷയത്തിൽ നേതൃത്വം നൽകിയവരാണ് ഇപ്പോൾ ഇതേ വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്ന് വടകര MLA KK രമ. വടകരയിലെ രാഷ്ട്രീയം ഇത്രയധികം മലീമസമാക്കിയതിന് പിന്നിൽ CPM ആണെന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിനായി അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞുവെന്നും ഇക്കാര്യത്തിൽ കാലം CPMന് മറുപടി നൽകുമെന്നും രമ പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഉപയോഗിക്കുന്നതിന് തൽക്കാലം വിലക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഹരിപ്പാട് യുവതി മരിച്ച സംഭവത്തിൽ അരളിപ്പൂവാണ് കാരണമെന്ന ആധികാരിക റിപ്പോർട്ട് കിട്ടിയാൽ അരളിപ്പൂവിന്റെ ഉപയോഗം നിരോധിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ആക്കുളത്തെ ചില്ലുപാലത്തിലുണ്ടായ പൊട്ടലിൽ ദുരൂഹത. നിലവാരം കുറഞ്ഞ ഗ്ലാസും നിർമ്മാണത്തിലെ വീഴ്ചയുമാണ് പ്രശ്നമെന്നും
മുൻപരിചയം ഇല്ലാത്ത കമ്പനിക്ക് കരാർ നൽകിയെന്നുമാണ് ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ആരോപണം. ചില ഉദ്യോഗസ്ഥർക്ക് പാലം തകർന്നതിൽ പങ്കുണ്ടെന്നാണ് നിർമ്മാണ കമ്പനി തലവൻ VK പ്രശാന്തിന്റെ ആരോപണം. പൊട്ടിയ ചില്ലിന് പകരം പുതിയ ചില്ല് എത്തിച്ച് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ തിരക്കിട്ട ശ്രമങ്ങളിലാണ് ഇപ്പോൾ അധികൃതർ. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ ഗാനത്തിന് അനുമതി നൽകി. ഗാനത്തിലെ അപകീർത്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കിയ ശേഷമാണ് അനുമതി നൽകിയത്. സത്യം വിജയിച്ചെന്ന് ആം ആദ്മി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഇറാൻ കപ്പലിൽ കുടുങ്ങിയ മകൻ സുമേഷിന്റെ മോചനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് അച്ഛൻ ശിവരാമൻ. മകനുമായി സംസാരിച്ചപ്പോൾ മോചനത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് മകൻ പറഞ്ഞത്. മോചനം വൈകുന്നതിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം. കപ്പൽ കമ്പനിയാണ് മോചനത്തിന് തടസ്സം നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശിവരാമൻ കൂട്ടിച്ചേർത്തു. രോഹിത് വെമുല കേസിൽ പുനരന്വേഷണത്തിന് തെലങ്കാന സർക്കാർ. കേസ് അവസാനിപ്പിക്കാൻ അനുമതി തേടി പോലീസ് സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ട് വിവാദമായതിന് പിന്നാലെയാണ് പുനരന്വേഷണത്തിന് തെലങ്കാന സർക്കാർ ഒരുങ്ങുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രോഹിത്തിന്റെ കുടുംബവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് ഒറീസയിലെ പുരി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുചാരിത മൊഹദ്ദി പിന്മാറി. മത്സരിക്കാൻ AICC പണം നൽകുന്നില്ല. മെയ് 25-നാണ് പുരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മെയ് 6-നാണ് നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി. സ്ഥാനാർത്ഥി നടത്തിയ പിന്മാറ്റം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഖൈസർഗഞ്ചിൽ മകൻ കരൺ സിംഗിനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ 700ഓളം SUVകളും 10,000-ഓളം പ്രവർത്തകരെയും അണിനിരത്തിയുള്ള ശക്തി പ്രകടനവുമായി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. തന്റെ മകൻ കരണിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായിട്ടാണ് ബ്രിജ്ഭൂഷൺ റോഡ് ഷോ നടത്തിയത്. മലയാളി താരം സഹൽ അബ്ദുൽ സമദ് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായി മെയ് 10 മുതൽ ഭുവനേശ്വറിൽ നടക്കുന്ന പരിശീലന ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്ത 26-അംഗ ടീമിൽ നിന്നാണ് സഹൽ പുറത്തായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.